കനത്ത മഴ. ഇതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? സ്ട്രോങ് റെയിൻ? നോ, അതല്ല. സ്ട്രോങ് റെയിൻ എന്നല്ല പറയേണ്ടത്. ഹെവി റെയിൻ. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്ട്രോങ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹെവി റെയിൻ എന്നതല്ലേ കൂടുതൽ ആ റെയിൻ എന്ന വാക്കിനോട് കൂടുതൽ യോജിക്കുന്നത്, കനത്ത മഴ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇംഗ്ലീഷിൽ ചില വാക്കുകൾ അങ്ങനെയുണ്ട്. ഒരു വാക്കിനോട് ഒരു വാക്ക് വളരെ കൃത്യമായിട്ടത് ഫിറ്റ് ആവുകയുള്ളൂ, അതല്ലെങ്കിൽ ചേരുകയുള്ളൂ. അത്തരം വാക്കുകൾ ഇംഗ്ലീഷിൽ ഒരുപാടുണ്ട്. അത്തരം വാക്കുകൾ ഒരുമിച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു വാക്ക്, അതിനെന്താണ് കറക്റ്റായ വാക്ക് എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ആ വാക്കുകൾ ഒരുമിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിലോ വളരെ ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ലേ? അത്തരം വാക്കുകൾ, ഒരു വാക്കിനോട് ചേരുന്ന, ഒരുമിച്ച് നിൽക്കുന്ന ചില വാക്കുകൾ, വളരെ ഫിറ്റ് ആവുന്ന ചില വാക്കുകൾ, അങ്ങനെയുണ്ട് ഇംഗ്ലീഷ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാക്ക്. വാക്ക് എന്നാൽ നടക്കുക. ഐ വാക്ക് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ നടക്കാറുണ്ട്. ഇനി നടത്തുക എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് നമുക്ക് വാക്ക് ഉപയോഗിക്കാം. ഐ വാക്ക് മൈ ഡോഗ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡോഗിനെ രാവിലെ നടത്താറുണ്ട് എന്ന മീനിങ് കിട്ടി. അപ്പോൾ നടത്തുക എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് നമ്മൾ വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഒരു പാർട്ടി നടത്തുക എന്നാണെങ്കിലോ, അവിടെ വാക്ക് ദ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല, അവിടെ അത് ചേരില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് ശരിയല്ലല്ലോ എന്ന് കേൾക്കുന്നവർക്ക് തന്നെ തോന്നും, ഇല്ലേ? അപ്പോൾ പാർട്ടി നടത്തുക എന്നാണ് പറയേണ്ടതെങ്കിൽ ത്രോ ദ പാർട്ടി എന്നാണ് പറയേണ്ടത്. ത്രോ ദ പാർട്ടി മീൻസ് ഓർഗനൈസ് എ പാർട്ടി, അതല്ലെങ്കിൽ പ്ലാൻ എ പാർട്ടി എന്ന് പറയാം. അപ്പോൾ ഓരോ വാക്കിനും അതിനോട് ചേരുന്ന വാക്കുകളുണ്ട്. അത് ചിലപ്പോൾ നൗൺ ഒരു നൗൺ ആണെങ്കിൽ ആ നൗണിനോട് ചേരുന്ന നൗൺസ് ഉണ്ട്, ആ നൗണിനോട് ചേരുന്ന വേർബുകളുണ്ട്. ഇനി ഒരു വേർബ് ആണെങ്കിൽ വേർബിനോട് ചേരുന്ന നൗണുകളുണ്ട്, ഒരു വേർബിനോട് ചേരുന്ന ആഡ്വേർബ്സ് ഉണ്ട്, വേർബിനോട് ചേരുന്ന പ്രപ്പോസിഷൻസ് ഉണ്ട്, ഫ്രേസൽ വേർബ്സ്. അങ്ങനെ ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഇന്ന് നമ്മൾ അപ്പോൾ പഠിക്കാൻ പോകുന്ന അത്തരം വാക്കുകൾ, അതിനെ പറയുന്നത് കൊളോക്കേഷൻസ് എന്നാണ്. അത്തരം വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പക്ഷെ എല്ലാ വാക്കുകളും നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പോകുന്നത് മേക്ക് എന്ന വേർബാണ്. മേക്ക് എന്ന വേർബിനോട് ചേരുന്ന ചില നൗൺസ് ആൻഡ് നൗൺ ഫ്രേസസ്. മേക്ക് എന്ന വേർബിനോട് ചേരുന്ന ഒരുപാട് നൗൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫുഡ്, ഡ്രിങ്ക്സ് ആൻഡ് മീൽസ്. ഇതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില നൗൺസ്. ഫോർ എക്സാമ്പിൾ കോഫി ആൻഡ് ടീ. മേക്ക് കോഫി, മേക്ക് ടീ എന്നൊക്കെ പറയില്ലേ? ക്യാൻ ഐ മേക്ക് യു എ കപ്പ് ഓഫ് ടീ? ഞാനൊരു കപ്പ് ചായ ഉണ്ടാക്കട്ടെ. മേക്ക് ടീ, മേക്ക് കോഫി, ഇതൊക്കെ കൊളോക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ മേക്ക് ലഞ്ച്, മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, മേക്ക് ഡിന്നർ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കൊളോക്കേഷൻസ് ആണ്. ഐ പ്രിഫർ ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഹോം ഓൺ സൺഡേസ്. സൺഡേസിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഐ പ്രിഫർ ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഹോം ഓൺ സൺഡേസ്. അപ്പോൾ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ മേക്ക് ലഞ്ച്, മേക്ക് ഡിന്നർ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഫുഡ്, കേക്ക്, സൂപ്പ്, ഡിസേർട്സ് ഒക്കെ നമുക്ക് മേക്ക് എന്ന വേർബിനോട് കൂടി ഉപയോഗിക്കാം. ഇഫ് യു ആർ മേക്കിംഗ് ഡിന്നർ, ഐ വിൽ മേക്ക് ഡിസേർട്ട്. മേക്ക് ഡിന്നർ, മേക്ക് ഡിസേർട്ട് നമ്മൾ ആ സെന്റൻസിൽ ഉപയോഗിച്ചു. നിങ്ങൾ ഡിന്നർ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഡിസേർട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ മേക്ക് എന്ന വേർബിനോട് ചേരുന്ന അല്ലെങ്കിൽ കൊളോക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് നൗൺസ് ആൻഡ് നൗൺ ഫ്രേസസ് ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. മേക്ക് എ ഡിസിഷൻ, തീരുമാനം എടുക്കുക. ഹി ഹാസ് മെയ്ഡ് ദ ഡിസിഷൻ ടു ക്വിറ്റ് ഹിസ് ജോബ് ആഫ്റ്റർ 15 years. 15 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് വിട്ടുപോരാൻ തീരുമാനിച്ചു. മേക്ക് എക്സ്ക്യൂസസ്, സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ്.
ഒഴിവുകൾ പറയുന്നത് നിർത്തൂ. മേക്ക് ആൻ ഓഫർ. വാഗ്ദാനം ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറയില്ലേ, അതാണ് ഓഫർ ചെയ്യുക എന്ന് പറയുന്നത്. ആഫ്റ്റർ ഹിസ് ഇൻ്റർവ്യൂ ദേ മെയ്ഡ് ഹിം ആൻ ഓഫർ. ഒരു ഓഫർ ഇൻ്റർവ്യൂവിന് ശേഷം അവർ അവന് നൽകി. മേക്ക് അസംഷൻ. അസംഷൻ എന്നാൽ അനുമാനം. മേക്ക് അസംഷൻ മീൻസ് അനുമാനിക്കുക. വി ഡോണ്ട് വാണ്ട് ടു മേക്ക് എനി അസംഷൻസ് യെറ്റ് ബട്ട് ഹി അപ്പിയേഴ്സ് ടു ബി ഗിൽറ്റി. ഞങ്ങൾ ഒരു തരത്തിലുള്ള അനുമാനങ്ങളും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഹി അപ്പിയേഴ്സ് ടു ബി ഗിൽറ്റി. പക്ഷേ അവൻ കുറ്റക്കാരനാണെന്ന് തോന്നുന്നു. മേക്ക് ഫ്രണ്ട്സ്. വി ഹാവ് മെയ്ഡ് സം റിയലി ഗുഡ് ഫ്രണ്ട്സ് സിൻസ് വി മൂവ്ഡ് ഹിയർ. ഞങ്ങൾ ഇവിടേക്ക് മാറിയപ്പോൾ മുതൽ കുറേയധികം നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നർത്ഥം. മേക്ക് ഫ്രണ്ട്സ് എന്നതാണ് കൊളൊക്കേഷൻ. മേക്ക് എ കോൾ. ക്യാൻ ഐ ബോറോ യുവർ ഫോൺ? ഐ നീഡ് ടു മേക്ക് എ ക്വിക്ക് കോൾ. എനിക്ക് പെട്ടെന്ന് ഒരു കോൾ ചെയ്യാനുണ്ട്. എനിക്ക് നിൻ്റെ ഫോണൊന്ന് കടം തരുമോ? മേക്ക് എ കോൾ. ഫോൺ ചെയ്യുക. മേക്ക് നോയ്സ് അല്ലെങ്കിൽ മേക്ക് സൗണ്ട്. ഡോണ്ട് മേക്ക് എ സൗണ്ട്. സൗണ്ട് ഉണ്ടാക്കല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ. ഇഫ് യു മേക്ക് എ നോയ്സ് ദേ വിൽ ഹിയർ അസ്. നമ്മൾ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ കേൾക്കും. അപ്പോൾ മേക്ക് എ നോയ്സ്, മേക്ക് എ സൗണ്ട് എന്നതൊക്കെ കൊളൊക്കേഷൻസ് ആണ്. മേക്ക് ദ ബെഡ്. മേക്ക് ദ ബെഡ് എന്നാൽ ഷീറ്റ്സും ബ്ലാങ്കറ്റ്സും ഒക്കെ വിരിച്ചിട്ട് ബെഡ് വളരെ വൃത്തിയായിട്ട് വിരിച്ചിടുക എന്നർത്ഥം. ഐ മേക്ക് മൈ ബെഡ് ആസ് സൂൺ ആസ് ഐ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ ബെഡൊക്കെ വിരിച്ചിടാറുണ്ട്. മേക്ക് എ കംപ്ലൈൻറ്റ്. ഇഫ് യു ആർ അൺഹാപ്പി വിത്ത് ദ സർവീസ് യു ഷുഡ് മേക്ക് എ കംപ്ലൈൻറ്റ്. നിങ്ങൾ ആ സർവീസ് കൊണ്ട് നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങളൊരു കംപ്ലൈൻറ്റ് കൊടുക്കണം. മേക്ക് എ കംപ്ലൈൻറ്റ്. ഇത് കംപ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത് ഇൻഫോർമൽ വേയിൽ നമുക്ക് സാധാരണ ഒരു വേർബ് ഫോമിൽ ഉപയോഗിക്കാം. പക്ഷേ മേക്ക് എ കംപ്ലെയിൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഫോർമൽ വേ ആണ്. സെയിം മീനിങ് തന്നെയാണ് കംപ്ലെയിൻ എന്ന് പറയുന്നത്. ഇഫ് യു ആർ അൺഹാപ്പി വിത്ത് ദ സർവീസ് യു ഷുഡ് കംപ്ലെയിൻ. അതുപോലെയാണ് മേക്ക് ആൻ അപ്പോളജി. ക്ഷമാപണം നടത്തുക. അതിൻ്റെ ഒരു വേർബ് ഫോം അപ്പോളജൈസ് എന്ന് പറയാം. അപ്പോൾ ഒരു ഫോർമൽ വേയിലാണെങ്കിൽ നമുക്ക് മേക്ക് ആൻ അപ്പോളജി എന്ന് ഉപയോഗിക്കാം. യു നീഡ് ടു മേക്ക് ഹിം ആൻ അപ്പോളജി. നിങ്ങൾ അവനോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ്. യു നീഡ് ടു അപ്പോളജൈസ് ടു ഹിം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോളജൈസ് എന്ന് ഉപയോഗിക്കുന്നത് ഇൻഫോർമൽ വേ ആണ്. മേക്ക് എ മെസ്. ആകെ അലങ്കോലമായി ഇടുക, അലങ്കോലപ്പെടുത്തുക എന്ന് പറയില്ലേ. The kids made a mess when we went out for dinner last night. ഇന്നലെ രാത്രി ഞങ്ങൾ ഡിന്നറിന് വേണ്ടി പുറത്തു പോയപ്പോൾ the kids made a mess. കുട്ടികൾ ആകെ അലങ്കോലമാക്കി. Make a plan. Have you made any plans for your summer holidays? സമ്മർ ഹോളിഡേയ്സിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നാണ്. Make a mistake. She made a mistake. അവൾ ഒരു മിസ്റ്റേക്ക് വരുത്തി. മേക്ക് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക. ആഫ്റ്റർ 3 years ദ ബിസിനസ് ഈസ് ഫൈനലി മേക്കിംഗ് എ പ്രോഫിറ്റ്. ആഫ്റ്റർ 3 years 3 yearsന് ശേഷം ഫൈനലി ബിസിനസ് ഇപ്പോൾ ലാഭം ഉണ്ടാക്കുന്നു. മേക്ക് ലോസ്. നഷ്ടമുണ്ടാക്കുക, നഷ്ടം വരുത്തുക. ആഫ്റ്റർ 3 years ദ ബിസിനസ് ഈസ് സ്റ്റിൽ മേക്കിംഗ് എ ലോസ്. 3 yearsന് ശേഷവും ബിസിനസ് ഇപ്പോഴും നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ മീനിങ്. മേക്ക് എ സ്പീച്ച്. പ്രസംഗിക്കുക. ഷീ മെയ്ഡ് എ സ്പീച്ച്. അവൾ പ്രസംഗിച്ചു എന്നാണ് അതിനർത്ഥം. ഷീ മെയ്ഡ് എ സ്പീച്ച്. മേക്ക് ആൻ എഫേർട്ട്. ശ്രമം നടത്തുക. ഹി റിയലി മെയ്ഡ് ആൻ എഫേർട്ട് ടു ഹാവ് ഫൺ അറ്റ് ദ പാർട്ടി. പാർട്ടി നല്ല ഫൺ ആയിരിക്കാൻ അവൻ ശരിക്കും ഒരു എഫേർട്ട്, നല്ല ഒരു എഫേർട്ട് എടുത്തു. He really made an effort to have fun at the party. Make a list. ലിസ്റ്റ് ഉണ്ടാക്കുക. I made a list of all the invitees. ക്ഷണിച്ചിട്ടുള്ള എല്ലാവരുടെയും ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി.
മേക്ക് മണി, പണം ഉണ്ടാക്കുക. ഹൗ ക്യാൻ യു മേക്ക് മണി വിത്തൗട്ട് വർക്കിംഗ്? വർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ കഴിയുക? മേക്ക് എ പ്രോഗ്രസ്, പുരോഗതി ഉണ്ടാക്കുക. യുവർ സൺ ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് പ്രോഗ്രസ് അറ്റ് സ്കൂൾ ദിസ് ഇയർ. ഈ കൊല്ലം സ്കൂളിൽ നിങ്ങളുടെ മകൻ വളരെ നല്ല ഒരു പുരോഗതി ഉണ്ടാക്കി. നന്നായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്, നന്നായിട്ട് പുരോഗതിയുണ്ട് എന്നർത്ഥം. മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. ഹി വിറ്റ്നസ്ഡ് ദ ഫൈറ്റ്. ഹി നീഡ്സ് ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ പോലീസ്. അവൻ ആ ഫൈറ്റിന് സാക്ഷ്യം വഹിച്ചതാണ്. പോലീസിന് കൊടുക്കുന്നതിന് വേണ്ടി അവനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ട്. ആഫ്റ്റർ അവർ പുവർ പെർഫോമൻസ് ലാസ്റ്റ് മന്ത് വി നീഡ് ടു മേക്ക് സം ചേഞ്ചസ്. നമ്മളുടെ കഴിഞ്ഞ മാസത്തെ വളരെ മോശമായ ആ ഒരു പെർഫോമൻസിന് ശേഷം നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. വി നീഡ് ടു മേക്ക് സം ചേഞ്ചസ്. മേക്ക് എറർ, തെറ്റ് വരുത്തുക. ഓ, ഐ തിങ്ക് ഐ ഹാവ് മെയ്ഡ് ആൻ എറർ. ഓ, എനിക്ക് തോന്നുന്നത് ഞാനൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയെന്നാണ്. മേക്ക് എ പ്രോമിസ്. യു മെയ്ഡ് മീ എ പ്രോമിസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ എന്നോട് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്. മേക്ക് എ പ്രോമിസ് ചെയ്യുക എന്ന മീനിങ് ആണ് അവിടെ. മേക്ക് ടൈം, സമയമുണ്ടാക്കുക. ഷീ നീഡ്സ് ടു മേക്ക് മോർ ടൈം ഫോർ ഹെർ ഫാമിലി. അവൾ അവളുടെ കുടുംബത്തിന് വേണ്ടി കൂടുതൽ സമയം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ എത്രയോ വേർബ്സ് ഉണ്ടാക്കി മേക്ക് എന്ന വേർബിനോട് ചേർത്തുകൊണ്ട് നൗൺസ് ആൻഡ് നൗൺ ഫ്രേസസ് നമ്മൾ ഒരുപാട് കൊളോക്കേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ വളരെ കോമൺ ആയിട്ട് മിസ്റ്റേക്ക് വരുത്തുന്ന ചില കൊളോക്കേഷൻസ് പറയാം. മേക്ക് എ പാർട്ടി. നമ്മളൊരു പാർട്ടി അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു പാർട്ടി പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിന് ഉപയോഗിക്കുന്ന കൊളോക്കേഷൻ ത്രോ എ പാർട്ടി, ഹാവ് എ പാർട്ടി, പ്ലാൻ എ പാർട്ടി എന്നൊക്കെയാണ്. ഹീസ് മേക്കിംഗ് എ പാർട്ടി ഓൺ ഫ്രൈഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മേക്കിംഗ് എ പാർട്ടി എന്നത് റോങ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ്. മേക്കിംഗ് എ പാർട്ടി എന്ന് പറയാൻ പാടില്ല. വി ആർ ഹാവിങ് എ പാർട്ടി എന്ന് പറയാം. വി ആർ പ്ലാനിങ് എ പാർട്ടി എന്ന് പറയാം. വി ആർ ത്രോയിങ് എ പാർട്ടി എന്ന് പറയാം. ത്രോയിങ് എ പാർട്ടി മീൻസ് ഓർഗനൈസിങ് എ പാർട്ടി. വേറെ ഒരു കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്കാണ് മേക്ക് എ പിക്ചർ. ദ ആർട്ടിസ്റ്റ് മേക്സ് ഹെർ പിക്ചേഴ്സ് ഔട്ട്സൈഡ്. ആർട്ടിസ്റ്റ് അവളുടെ പിക്ചേഴ്സ് പുറത്ത് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ മിസ്റ്റേക്ക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മേക്ക് എന്നതിന് പകരം അവിടെ ഉപയോഗിക്കേണ്ടത് ഡ്രോസ് ഹെർ പിക്ചേഴ്സ് ഉപയോഗിക്കാം, ക്രിയേറ്റ്സ് ഹെർ പിക്ചേഴ്സ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പെയിൻറ്റ്സ് ഹെർ പിക്ചേഴ്സ് എന്നുപയോഗിക്കാം. അതൊക്കെ പോസിബിളായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. ഇനി വേറൊരു മിസ്റ്റേക്ക്, മേക്ക് എ ബാർബക്യൂ. ചില ആളുകളൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അതും റോങ് ആണ്. മേക്കിംഗ് എ ബാർബക്യൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. വി ആർ കുക്കിംഗ് എ ബാർബക്യൂ ഇൻ ദ പാർക്ക്. വി ആർ ഹാവിങ് എ ബാർബക്യൂ ഇൻ ദ പാർക്ക് എന്നൊക്കെ പറയാം. മേക്ക് ആൻ ആക്സിഡൻറ്റ്, ഇതും റോങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. മേക്ക് ആൻ ആക്സിഡൻറ്റ് എന്ന് പറയാൻ പാടില്ല. സീ ആൻ ആക്സിഡൻറ്റ് പറയാം. അതുപോലെ കോസ് ആൻ ആക്സിഡൻറ്റ് എന്ന് പറയാം. ഹാവ് ആൻ ആക്സിഡൻറ്റ് അതും ആകാം. ഐ ഹോപ്പ് ദേ ഡിഡിൻറ്റ് മേക്ക് ആൻ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അത് റോങ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഐ ഹോപ്പ് ദേ ഡിഡിൻറ്റ് കോസ് ആൻ ആക്സിഡൻറ്റ്. ഇന്ന് നമ്മൾ ഒരുപാട് വാക്കുകൾ മേക്ക് എന്ന വേർബിനോട് ചേരുന്ന നൗൺസ് ആൻഡ് നൗൺ ഫ്രേസസ്, കൊളോക്കേഷൻസ് പഠിച്ചു. അതൊക്കെ ഓർമ്മിച്ച് വെക്കുക, മാത്രമല്ല അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഈസി ആയിട്ട് അത് നമുക്ക് ഓർമ്മയിൽ വരും. അത് ഒരുമിച്ച് ഓർമ്മയിൽ വരും. ഇപ്പോൾ ഡിന്നർ, മേക്ക് ഡിന്നർ എന്ന് ഈസി ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ ഇത്തരം കൊളോക്കേഷൻസ് പഠിച്ചു വെക്കണം. അപ്പോൾ തീർച്ചയായും ഈ ഒരു ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.
നോക്കാം.